പലരും മരണഭയമുള്ളവരാണ്. മരണത്തെ അവർക്ക് എപ്പോഴും പേടിയാണ്. മരിച്ചവരുടെ വീട്ടിൽ പോകാൻ പേടി, മരണത്തെ ഓർക്കുമ്പോൾ തന്നെ പേടി, സ്വയം മരിക്കുമോ എന്നുള്ള പേടി. ഇങ്ങനെയുള്ള പേടിയുള്ള മരണത്തെ പേടിയുള്ള ആൾക്കാർക്ക് മരണഭയത്തെ അതിക്രമിക്കാൻ ബുദ്ധൻ ഒരു ധ്യാനം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ധ്യാനത്തിൻ്റെ പേരാണ് മരണാനുസതി. അതായത് മരണത്തെ നമ്മൾ എപ്പോഴും ഓർക്കുക. ഉദാഹരണമായിട്ട് ഇന്ന് കിടക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കുക, നാളെ നമ്മൾ ഉണരുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം? ഒരിക്കലും അറിയില്ല. ചിലപ്പോൾ ഭൂകമ്പം വരാം, ചിലപ്പോൾ സുനാമി വരാം, അങ്ങനെ എന്തും വേണമെങ്കിലും വരാം. അപ്പോൾ നാളെ നമ്മൾ എണീക്കുമോ എന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കിടക്കുക. അതേപോലെ തന്നെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും, ഒരു യാത്ര പുറപ്പെടുന്ന സമയത്തും ഈ യാത്ര നമ്മൾ കംപ്ലീറ്റ് ആക്കുമോ ഇല്ലയോ എന്ന് നമ്മൾക്കറിയില്ല. അതേപോലെ തന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും ശ്വാസം എടുക്കുന്നു, നമ്മൾ ശ്വാസം എടുക്കുന്നു, ഈ ശ്വാസം പുറത്ത് വരുമോ, അത്രയും സമയം നമ്മൾക്ക് ഉണ്ടോ എന്ന് നമ്മൾക്കറിയില്ല. അതായത് എപ്പോഴും മരണം നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ചിന്ത നമ്മളുടെ ഡിപ്രഷനെ കൂട്ടാൻ വേണ്ടിയിട്ടില്ല, അതൊരു സത്യമാണ്. കാരണം ജീവിതത്തിൽ ഒരേ ഒരു സത്യം മരണം തന്നെയാണ്. അതുകൂടാതെ മറ്റൊരു സത്യം എന്ന് പറയുന്നത്, ഈ ജീവിതത്തിൽ ആരൊക്കെ ജനിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഒരു കാര്യം ഉറപ്പാണ്, മരണം എന്നുള്ളത് ഉറപ്പാണ്. അവൻ ധനവാനാകുമോ, അല്ലെങ്കിൽ അവർ വിവാഹം കഴിക്കുമോ, അല്ലെങ്കിൽ ഈ കുട്ടികളുണ്ടാകുമോ, അല്ലെങ്കിൽ ഇന്നത് സംഭവിക്കുമോ, ഇതൊന്നും ജീവിതത്തിൽ നിശ്ചയമല്ല. നിശ്ചയമുള്ള ഒരേ കാര്യം മരണം തന്നെയാണ്. അപ്പോൾ ദിവസവും ഈ മരണത്തെ നമ്മൾ ഓർക്കുക. എന്തിനാണ്? മരണഭയം കൂട്ടാനല്ല. ഇതൊരു സത്യമാണ്. ഈ സത്യത്തെ നമ്മൾ സ്വീകരിക്കണം. ഏതൊരു സത്യത്തെ നമ്മൾ ഏതൊരു നിമിഷം സ്വീകരിക്കുന്നുവോ അതിനോടുള്ള ഭയം നമ്മൾക്ക് ഇല്ലാതാവും. കാരണം സത്യമാണ്, നമ്മൾക്ക് സ്വീകരിച്ചേ സാധിക്കൂ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് മരണഭയത്തിൽ നിന്ന് നമുക്ക് വെളിയിൽ വരാം. അപ്പോൾ മരണഭയത്തിൽ നിന്ന് മറികടക്കാൻ നമ്മൾ മരണത്തെ കൂടെ വിചാരിക്കണം. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഉദാഹരണമായിട്ട് 10ാം ക്ലാസ്സിൽ എക്സാം എഴുതാൻ പോകുന്നൊരു വ്യക്തി, ആ കുട്ടിക്ക് വയസ്സ് ഇപ്പോൾ 5 വയസ്സാണ്. ആ കുട്ടി പറയുകയാണ്, 10ാം ക്ലാസ്സിൽ ഞാൻ ഇനിയൊരു 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ എക്സാം എഴുതും, പക്ഷേ അതുവരെ ഞാനൊന്നും പഠിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി 10 വർഷം കഴിഞ്ഞിട്ട് ഏകദേശം 15-16 വയസ്സാവുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് SLCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? കുട്ടിക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല. കാരണം എന്താണ്? ആ കുട്ടി പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ മരണാനുസതി ചെയ്യാതെ, ഈ മരണത്തെപ്പറ്റി വീണ്ടും വിചാരിക്കാതെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മരണം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ മരണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മരണം വരുന്ന സമയം നമ്മൾ പെട്ടെന്ന് പതറിപ്പോകുന്നു. കാരണം എന്താണ്? നമ്മളതിന് തയ്യാറെടുത്തിട്ടില്ല. അപ്പോൾ മരണത്തിന് തയ്യാറെടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതിനെയാണ് മരണാനുസതി എന്ന് പറയുക. നമ്മൾക്കറിയില്ല ഏത് സമയത്താണ് നമ്മൾ മരിക്കുന്നതെന്ന്, നാളെ നമ്മൾ ജീവനോടെ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. ഈ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മരണത്തെക്കുറിച്ച് ഓരോ ദിവസവും ഓർക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനെയാണ് മരണാനുസതി എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു ഗുണം കൂടിയുണ്ട്, നമ്മൾക്ക് ഉത്സാഹം കൂടും, വീര്യം കൂടും. ചിലർക്ക് ധ്യാനത്തിൽ ഒട്ടും തന്നെ ഉത്സാഹമില്ലാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ രീതിയിൽ മരണത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുക. അവർക്ക് പെട്ടെന്ന് ധ്യാനത്തിൽ പ്രോഗ്രസ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഇത് കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക.